തിരുവനന്തപുരം മാക്കുളത്തെ കണ്ണാടി പാലത്തിന്റെ നിർമ്മാണ ഏജൻസിയുടെ വിവരാവകാശ വിവരങ്ങൾ നൽകാതെ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഫോറൻസിക് റിപ്പോർട്ട് ലഭിച്ച ശേഷം അന്വേഷണം തുടങ്ങാൻ കാത്തിരിക്കുകയാണ് പോലീസ്. കണ്ണാടിപ്പാളി പൊട്ടിയത് എങ്ങനെയാണ് എന്നുള്ള CCTV ക്യാമറകൾ പരിശോധിക്കണമെന്ന ആവശ്യമുണ്ടെങ്കിലും പോലീസ് ഇതുവരെ നടപടി സ്വീകരിക്കാത്തതും മറ്റൊരു ദുരൂഹതയാണ്. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ കണ്ണാടിപ്പാലം പൊട്ടിയ സംഭവത്തിൽ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ദുരൂഹതകൾ മറച്ചുവെച്ചിരിക്കുകയാണെന്നാണ് ആരോപണം. പാലത്തിലെ 3 പാളികളിലായി 36 mm കനമുള്ള കണ്ണാടിയുടെ അടിയിലായിരുന്നു പൊട്ടൽ. ഫോറൻസിക് റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം മാത്രം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. 1.2 കോടി രൂപ ചെലവ് വരുന്ന പാലം സ്വകാര്യ മുതൽ മുടക്കിൽ നിർമ്മിച്ചതാണ്. ഇതിന് ടൂറിസം വകുപ്പ് അനുമതിയും നൽകിയിട്ടുണ്ട്. പാലത്തിന്റെ നിർമ്മാണ ഏജൻസിയുടെ വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം പോലും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ നൽകാൻ തയ്യാറായിട്ടില്ല. സമീപത്തായുള്ള CCTV ക്യാമറകൾ പരിശോധിക്കണമെന്ന ആവശ്യമുയർന്നെങ്കിലും പാലം എന്നാണ് പൊട്ടിയതെന്ന കാര്യത്തിൽ വ്യക്തതയില്ലാത്തതിനാൽ ക്യാമറയിലെ ദൃശ്യങ്ങൾ പോലീസ് ഇതുവരെ ശേഖരിച്ചിട്ടുമില്ല. നിലവിലെ അന്വേഷണത്തിലെ മെല്ലെപ്പോക്കും CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാത്തതും പാലത്തിന്റെ ചില്ലുപാളികൾ തകർന്നതിൽ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നതോടുകൂടിയാണ് കണ്ണാടി പാലത്തിന്റെ ഉദ്ഘാടനവും നീട്ടിവെച്ചത്. ജനം, തിരുവനന്തപുരം.